നീ അല്ല അവിടെ നിന്നെ കാണാത്തോണ്ടല്ലേ ഞാൻ വന്നേ. അയ്യോ ഭാഗ്യം അമ്മ ഇവിടെ ഇല്ല. നിനക്കറിയാൻ മേലേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ, ഞാൻ കഴിഞ്ഞ ആഴ്ചയില്ലേ ഞാൻ നിന്റെ കൂടെ പുറത്തു വരാമെന്ന് പറഞ്ഞിട്ടാ അവൻ്റെ കൂടെ പോയേ. നീ എവിടെ പോയതാ? ഇടി എൻ്റെ ചെക്കൻ്റെ കൂടെ. നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ, നീ പറഞ്ഞല്ലേ ഞാൻ അറിയത്തുള്ളൂ. അമ്മ വരും നിന്നോട് ചോദിക്കും. നീ എന്നെ പറയണ്ട അറിയോ, കഴിഞ്ഞ ആഴ്ച ഞാൻ നിന്റെ കൂടെ വീട്ടിലുണ്ടായിരുന്നു, നിന്റെ കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച കേട്ടോ, ഞായറാഴ്ച ഞാൻ നിൻ്റെ കൂട്ടേ ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച നിനക്ക് പനിയായതുകൊണ്ട് നീ ലീവായതുകൊണ്ട് നിൻ്റെ കൂടെ ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. ആൻറ്റി ശനിയാഴ്ച ഞാൻ എൻ്റെ കൂടെ. എടീ ശനിയാഴ്ചയല്ല ഞായറാഴ്ച. ആൻറ്റി ഞായറാഴ്ച അവൾ എൻ്റെ കൂടെ ആയിരുന്നു, തിങ്കളാഴ്ച നിനക്ക് പനി, ഞായറാഴ്ച ഞാൻ നിൻ്റെ അടുത്ത് വന്നു. അങ്ങനെ പറയണം. ഞാൻ പറയാം. ആൻറ്റി ഞായറാഴ്ച അവൾ എൻ്റെ കൂടെ ആയിരുന്നു, തിങ്കളാഴ്ച എനിക്ക് പനിയായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കൂടെ നിർത്തി. പിന്നെ വിനീഷിൻ്റെ കൂടെ പോയിട്ടില്ല. പിന്നെ പൊന്നു വിനീഷിനെ എനിക്കറിയത്തില്ല പറയല്ലേ കുടുങ്ങും. ചോദിച്ച ചിലപ്പോൾ ആൻറ്റി ചോദിച്ചാലോടി വിനീഷിനെ നിനക്കറിയാവോ എന്നൊക്കെ. നീയായിട്ട് പറയല്ലേ, നീ ആ പേരേ പറയാം. ചോദിക്കുവാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ദൈവത്തെ ഓർത്തൊന്നും മൊഴിയാണ്ടിരുന്നാൽ മതി. അമ്മയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിൻ്റെ അടുത്ത് ചോദിക്കത്തുള്ളൂ, അല്ലാണ്ട് നീ പറയാൻ നിൽക്കല്ലേ പ്ലീസ്. ആഹാ ഇതാ കൃഷ്ണമോളോ, എപ്പോഴാണ് മോളെ വന്നേ? ഹായ് ആൻറ്റി. ഞങ്ങൾക്ക് ചായ വെച്ച് കൊടുക്കാൻ മേലായിരുന്നോ? ഞാൻ പറയണോണ്ടൊന്നും തോന്നല്ല ആൻറ്റി, കഴിഞ്ഞ ആഴ്ച എൻ്റെ കൂടെ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലാവുന്നപ്പോൾ എൻ്റെ പേരും പറഞ്ഞാൽ വിനീഷിലൂടെ കറങ്ങാൻ പോയതാ ആൻറ്റി. എനിക്ക് പിന്നെ ഒരു ബന്ധമില്ല ആൻറ്റി. എടി എന്നോട് ക്ഷമിക്കണേ ആൻറ്റി, എന്നെ ഒന്നും വിചാരിക്കരുത്. ഇവളോർക്ക് എന്നാന്ന് വെച്ചാൽ ആൻറ്റി കൊടുത്തോ, ഞാൻ പോകും കേട്ടോ.